ഗുഡ് ഈവനിങ് ഗൈസ്. നമുക്കപ്പം പതിയെ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സെഷനായിട്ടൊന്നുമില്ല, കൂടുതൽ ഇൻട്രാക്ഷൻ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുന്നേ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ലൈക്ക് മൈ നെയിം ഇസ് ജിഷ്ണു ആൻഡ് ഐ എം എ ഫൈനൽ ഇയർ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ് ഫ്രം ജീസ് ഇറ്റ്സെൽഫ്. ഓക്കെ, ഇന്നത്തെ സെഷൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ലൈക്ക് ഗിറ്റ് എന്താ, ഗിറ്റബ് എന്താന്നുള്ളത് കാര്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ലൈക്ക് ജസ്റ്റ് ഒരു ബേസിക് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ടെർമിനോളജീസ്. അതിനു മുന്നേ ഞാൻ ഒഡിബിൾ അല്ലേ? എനിക്ക് എന്തെങ്കിലും റെസ്പോൺസ് ഫ്രം ദ ചാറ്റ്? ഹലോ, ഓക്കെ, കൂൾ. ഗിറ്റ് അതിൻ്റെ ബേസിക് ഡിഫറൻസ് എന്താ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകും. പിന്നെ ബേസിക്കലി നമ്മളിവിടെ ഹാക്കോബർ ഫെസ്റ്റ് ചെയ്യുകയാണ്. സോ അതിൽ വി ഹാവ് ടു ഡു ഫോർ ആക്സെപ്റ്റഡ് ഒഫീഷ്യലി. എന്താ ഒഫീഷ്യലി പറയുന്നത് 4 കമ്മിറ്റ്സ് ചെയ്യാൻ, ലൈക്ക് 4 പുൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് ബേസിക് ഡൗട്ട് ക്ലിയറൻസ് ആയിട്ട് ഒരു ബേസിക് പുൾ റിക്വസ്റ്റ് എങ്ങനെ ചെയ്യാം. പുൾ റിക്വസ്റ്റ് ഇപ്പം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. വിൽ ബി ക്ലിയറിംഗ് ദാറ്റ് തിങ് ഇൻ ദ സെഷൻ. ആൻഡ് അപ്പം അത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ജസ്റ്റ് ഗീവ് മി എ കൺഫർമേഷൻ. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. ഫസ്റ്റ് കുറച്ച് ബേസിക് ടെർമിനോളജീസ് ഒക്കെ ആയിരിക്കാം, കുറച്ച് ബോറിംഗ് ആയിരിക്കാം, എന്നാലും ഭയങ്കര ക്രിസ്പായിട്ടൊക്കെ ഞാൻ സൂക്ഷിക്കാം. ഓക്കെ ഓക്കെ ബേസിക്കലി ഈ ഗിറ്റും ഗിറ്റബും എന്താ, ഗിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഗിറ്റിന്റെ ബേസിക് ഡെഫിനേഷൻ അല്ലെങ്കിൽ ബേസിക് ഒരു ആണ് ഗിറ്റ്. നമ്മൾ ഇതിന്റെ വാട്ട് ഇസ് വേർഷൻ കൺട്രോളിങ്. വേർഷൻ കൺട്രോളിങ് പറയുമ്പോൾ സപ്പോസ് യു ആർ ഡൂയിങ് പ്രോജക്ട്, ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റിന് ഇടാം. അപ്പോൾ ഇതിന്റെ ഡിഫറെന്റ് വേർഷൻസ് നമ്മൾ റിലീസ് ചെയ്യും. ഒരു ഫീച്ചർ, കുറച്ച് ഫീച്ചേഴ്സ് കൂടിയിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് ആദ്യം റിലീസ് ചെയ്യും. എന്നിട്ട് കുറച്ചും കൂടി അഡീഷണൽ ഫീച്ചേഴ്സ് കൂടിയിട്ട് പിന്നെ ആദ്യം റിലീസ് ചെയ്യും. ഇതിന്റെ മുകളിൽ ഇങ്ങനെ കൂട്ടി ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ദ പ്രോജക്റ്റ് റിലീസ്. അപ്പോൾ ആ ടൈമിൽ ഇതിന്റെ ഒക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഗിറ്റർ. ഓക്കെ, നമുക്കത് ലോക്കൽ സിസ്റ്റത്തിൽ റൺ ചെയ്യാം. ആൻഡ് കമ്മിങ് ടു ഗിറ്റപ്പ്, ഗിറ്റപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിറ്റിന്റെ അതേ ഫംഗ്ഷനാലിറ്റീസ് നമ്മളൊരു ഹോസ്റ്റഡ് ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ, ഗിറ്റപ്പ് ഇസ് ആക്ച്വലി an ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ പേരും ഗിറ്റപ്പ് തന്നെയാണ്, ആ പ്ലാറ്റ്ഫോമിന്റെ പേരും ഗിറ്റപ്പ് തന്നെയാണ്. അപ്പൊ ഗിറ്റ് നമ്മൾ ക്ലൗഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലൗഡ് സർവീസ് ആയിട്ട് കിട്ടുന്നത് ഒരു സ്ഥലമാണ് ഗിറ്റപ്പ്. സെക്കൻഡ്, ഈ സ്ലൈഡിൽ ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ മാത്രമാണുള്ളത്. നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഗിറ്റ് റൺ ചെയ്യുന്നു. ആൻഡ് ഈ കൊലാബറേറ്റീവ് ആയിട്ട് ചെയ്യുമ്പോൾ എൻ്റെ ലോക്കൽ സിസ്റ്റത്തിൽ
സോറി ഗായ്സ്, എൻ്റെ നെറ്റ് അതിൻ്റെ ഇടയ്ക്കൊന്ന് പോയി. ഞാൻ എവിടെ വെച്ച കട്ടായതൊന്ന് പറയാമോ? ഹലോ, വേർഷൻ കൺട്രോളിങ് പറഞ്ഞതിന് ശേഷം ഓക്കേടാ. ഞാൻ ഒന്നുകൂടി ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം, അല്ലെ സ്ക്രീൻ വിസിബിൾ അല്ലേ എന്ന് പറഞ്ഞേക്കാം. വിസിബിൾ അല്ലേ? ഓക്കെ, വേർഷൻ കൺട്രോളിംഗ് ആണല്ലേ. അപ്പോൾ ഇവിടെയാണ് എത്തിയത്. ഫസ്റ്റ് പേജിലായിരുന്നോ? അടുത്ത സ്ലൈഡ്. ഓക്കെ, ഇത് ജസ്റ്റ് ഗിറ്റിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ മാത്രമാണ്. മൾട്ടിപ്പിൾ ആൾക്കാർ സൈമിൾട്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ കൊലാബറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗിറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു കുറേ ടീം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് എടുക്കാം, ഒരു വെബ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അതിൽ ഫ്രണ്ട് എൻഡ് ഉണ്ട്, ബാക്ക് എൻഡ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് സൈമിൾട്ടേനിയസ്ലി വേണം വർക്ക് ചെയ്യാം. ഈ വർക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്ന ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റബ് യൂസ് ചെയ്യുന്നത്. ഗിറ്റബ് എന്ന് പറയുന്നത് ഗിറ്റിന് തന്നെ ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്ത ഒരു ഫെസിലിറ്റി. ഓക്കെ, ഇപ്പൊ ഗിറ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ട് വരുന്നത് ഫോൾഡർ ആൻഡ് റെപ്പോസിറ്ററി. നമ്മൾ ലോക്കൽ സിസ്റ്റത്തിലാണെങ്കിൽ what we do is we store different files and data inside folders. Okay, ഇനി ഒരു ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്ത ഫോൾഡറിനെയാണ് നമ്മൾ റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. റെപ്പോസിറ്ററി ഞാൻ സിമ്പിൾ എക്സാമ്പിൾ കാട്ടിത്തരാം. ലൈക്ക് ഇന്നിവിടെ നമ്മൾ ചെയ്യുന്ന ആ ഒരു PR എങ്ങനെ ചെയ്യുന്നത്, പുൾ റിക്വസ്റ്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കുന്നത് ഈ ഒരു റെപ്പോസിറ്ററിയിലാണ്. ഇത് ഒക്ടോബർ ഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ForceGCT ചെയ്തിട്ടുള്ള ഒരു റെപ്പോസിറ്ററിയാണ്. ദിസ് ഈസ് വാട്ട് എ റെപ്പോസിറ്ററി ഈസ്. ഒന്നുമില്ല, വെറുതെ ഒരു കുറച്ച് ഫയൽസും ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഫോൾഡർ തന്നെ. അത് ഗിറ്റബിലാകുമ്പോൾ അതിന് റെപ്പോസിറ്ററി എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, പിന്നെ ഉള്ളത് കുറച്ച് ബേസിക് ടെർമിനോളജീസ് ആണ്. ഫോർക്ക്, ക്ലോൺ, കമ്മിറ്റ് ആൻഡ് പുഷ്. പുഷ് അല്ലെങ്കിൽ പുഷ് ഓർ പുൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. ഫോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ച തന്നെ ഈ റെപ്പോസിറ്ററിയുടെ ഒരു കോപ്പി. ഇപ്പോൾ ഇത് ForceGCTയുടെ അണ്ടറിലുള്ള ആ ഓർഗനൈസേഷനിൽ അണ്ടറിലുള്ള ഒരു റെപ്പോസിറ്ററി ആയിട്ടാണ് ഉള്ളത്. നമ്മൾ ഈ ഫോർക്ക് ചെയ്ത് എടുക്കുക എന്ന് പറയുമ്പോൾ ലൈക്ക് മേക്കിംഗ് എ കോപ്പി ഓഫ് ഇറ്റ് ആൻഡ് സേവിങ് ഇറ്റ് ഇൻ ടു അവർ ഗിറ്റ് പ്രൊഫൈൽ. ഇപ്പം എൻ്റെ പ്രൊഫൈലിലോട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ലൈക്ക് ഈ ഫോർക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എൻ്റെ പ്രൊഫൈൽ, എൻ്റെ യൂസർ ID ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാവാൻ ലൈക്ക് ഞാൻ മെമ്പർ ആയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഷൻസ് ആണ്. ലൈക്ക് അതിലേതിലോട്ട് വേണമെങ്കിലും നമുക്ക് ഫോർക്ക് ചെയ്തിടാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഗിറ്റ് പ്രൊഫൈലിലോട്ട് ഫോർക്ക് ചെയ്തിടാം. ലൈക്ക് അതിൻ്റെ ഒരു കോപ്പി എടുത്തിടുക ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വി കെൻ സീ ദാറ്റ് എ കോപ്പി ഈസ് ബീങ് മെയ്ഡ്. ForceGCTയുടെ ഫോർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വന്നു. ജസ്റ്റ് ഒരു കോപ്പി സേവ് ചെയ്ത് എൻ്റെ റെപ്പോസിറ്ററിയിൽ അല്ലെങ്കിൽ എൻ്റെ ഗിറ്റ് പ്രൊഫൈലിലോട്ട് സേവ് ചെയ്ത് വെച്ചു. ദാറ്റ് ഈസ് വാട്ട് ഫോർക്കിംഗ് ഇസ്. ഫോർക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇറ്റ് ഈസ് മേക്കിംഗ് എ കോപ്പി ആൻഡ് സേവിങ് ഇറ്റ് ഇൻ ടു അവർ പ്രൊഫൈൽ. ക്ലോണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോർക്ക് ചെയ്ത റെപ്പോസിറ്ററി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗിറ്റ് റെപ്പോസിറ്ററി അതിൻ്റെ ഒരു ഡൗൺലോഡഡ് വേർഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ലോക്കൽ മെഷീനിലോട്ട് എടുക്കുന്നതിനാണ് നമ്മൾ ക്ലോണിംഗ് എന്ന് പറയുന്നത്. ഈ ക്ലോൺ ചെയ്ത സാധനത്തിലാണ് ക്ലോൺ ചെയ്യാൻ ഗിറ്റിന്ന് ക്ലോൺ ചെയ്യാൻ ഒരു കമാൻഡ് ഉണ്ട്. അത് നമ്മൾ ലേറ്റർ പാർട്ടിൽ കാണാം. ക്ലോൺ ചെയ്ത സാധനം നമുക്ക് എന്ത് വേണമെങ്കിലും ലോക്കലി നമുക്ക് ചേഞ്ചസ് വരുത്താം. നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഇട്ട് ചേഞ്ചസ് വരുത്താം. ആ ചേഞ്ചസ് ഒക്കെ നമ്മൾ കമ്മിറ്റ് ചെയ്യും. കമ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക്
ഇന്ന കാര്യത്തിനാണ് ലൈക്ക് സ്പെസിഫിക് പേർപ്പസ് ഉണ്ടാവും ഓരോ ചേഞ്ച് വരുത്തുമ്പോഴും. ആ പേർപ്പസ് എന്തിനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ കമ്മിറ്റ് ചെയ്തതിന് ശേഷം വാട്ട് വി ആക്ച്വലി ഡസസ്, നമ്മൾ ഈ ചേഞ്ചസ് ഉള്ള സാധനം തിരിച്ച് നമുക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യണം. ആ റിമോട്ട് സെർവറിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ റിമോട്ട് ആയിട്ടുള്ള റെപ്പോസിറ്ററി കൊണ്ടുപോയി അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുഷ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് പുഷിങ് സംതിങ് ഫ്രം ആ ലോക്കൽ സിസ്റ്റം ടു ദാറ്റ് പെർട്ടിക്കുലർ റിമോട്ട് റെപ്പോസിറ്ററി. ഇപ്പൊ ഇത് നമ്മൾ ചെയ്ത കാര്യം ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് റിമോട്ട് റെപ്പോസിറ്ററിലോട്ട് പുഷ് ചെയ്യുന്നു. നേരെ മറിച്ച് നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ലൈക്ക് ഫ്രണ്ടാണ് ലൈക്ക് ക്ലോൺ ചെയ്തെടുത്ത് അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ അപ്ഡേറ്റ് നമ്മുടെ സിസ്റ്റത്തിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് പുള്ള് ചെയ്തെടുക്കും. ലൈക്ക് ബേസിക്കലി വാട്ട് ദാറ്റ് ഫങ്ഷൻസ് ഇസ്, അവിടുത്തെ ആ ചേഞ്ചസ് നമ്മുടെ സിസ്റ്റത്തിലോട്ട് നമ്മൾ ഓൾറെഡി ക്ലോൺ ചെയ്ത് വെച്ച ആ ഒരു ഫോൾഡറിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബേസിക്കലി വാട്ട് വി ഡസ് ഇസ് പുൾ ദാറ്റ് തിങ്. അതാണ് പുള്ളിന്റെ ഫങ്ഷൻ. ഇതാണ് ജസ്റ്റ് ബേസിക് ഗിറ്റിന്റെ ആ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതൊരു പ്രോജക്റ്റിന്റെയും ഗിറ്റിൽ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന്റെയും വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ഇതാ. ലൈക്ക് ബ്രാഞ്ചിങ് ഉണ്ട്. ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ട്. ഇവിടെ മാസ്റ്റർ എന്നാണ് പേരെങ്കിലും ഇപ്പോഴത്തെ പുതിയ കൺവെൻഷൻ പ്രകാരം ഇട്ടസ് മെയിൻ എന്നാണ് ആ ബ്രാഞ്ചിനെ വിളിക്കുക. ജസ്റ്റ് ഒരു ട്രീ സ്ട്രക്ചർ പോലെ തന്നെയാണ്. ഈ മാസ്റ്റർ അല്ലെങ്കിൽ മെയിൻ ബ്രാഞ്ചിലാണ് നമ്മൾ ഓരോ ലൈക്ക് ആ പ്രൊഡക്റ്റിന്റെ ഓരോ ടൈമിലുള്ള വേർഷൻസ് റിലീസ് ചെയ്യുക. എന്നിട്ട് ഈ ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് നമ്മൾ ആ ബ്രാഞ്ച് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. അതിന് നമ്മൾ ബ്രാഞ്ചിങ് എന്ന് പറയും. ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് വന്നു. എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഈ നമ്മുടെ ഈ മെയിൻ ബ്രാഞ്ചിൽ ഒരു ഇഷ്യൂ വരാത്ത സാധനമായിരിക്കും ഉണ്ടാവുക. ലൈക്ക് എൻഡ് പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാവുക, ഡിഫറെന്റ് വേർഷൻ ആയിട്ട്. ഇപ്പൊ ഡെവലപ്പ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ട് വരുമ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലി ഓരോ പാർട്ടായിട്ട് ഓരോ ഫീച്ചറായിട്ട് ഡെവലപ്പ് ചെയ്യാം. ഈ ഡെവലപ്പ് ബ്രാഞ്ച് ഇസ് എഗെയിൻ ഡിവൈഡഡ് ഇൻ ടു അനദർ ബ്രാഞ്ച്. ഒരു പെർട്ടിക്കുലർ ഫീച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബ്രാഞ്ച് ചെയ്തു. ആ ബ്രാഞ്ച് ചെയ്തതിൽ നമ്മൾ ചേഞ്ചസ് ഒക്കെ വരുത്തി. ഇത് ഒരു കമ്മിറ്റ് ചെയ്തു, രണ്ടാമത്തെ കമ്മിറ്റ് ചെയ്തു. ഇപ്പൊ 2 കമ്മിറ്റ് ചെയ്ത ആ ഫീച്ചർ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇത് തിരിച്ച് മേർജ് ചെയ്യും. അതായത് ഈ ഡെവലപ്പ് ചെയ്ത സാധനത്തിലോട്ടേക്ക് തിരിച്ച് മേർജ് ചെയ്യും. അങ്ങനെയാണ് ഈ 2 ഫീച്ചർ ഇവിടെ കാണുന്നത്. 2 ഫീച്ചർ ഫുൾ കമ്മിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് മേർജ് ചെയ്തു. ഇത്രയും അടുത്ത കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഹലോ, ലൈക്ക് ഇത്രയും ഇതാണ് കുറച്ചൊരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയാനുള്ളത്. ബാക്കിയുള്ളത് എല്ലാം ഹാൻഡ്സ് ഓൺ ആയിട്ട് കോഡ് ചെയ്യാം. ലൈക്ക് നമ്മുടെ ഓൾറെഡി ഇവിടെ ഒരു റെപ്പോസിറ്ററി ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ റെപ്പോസിറ്ററിയിലോട്ട് പുൾ റിക്വസ്റ്റ് എങ്ങനെ ഇടാം? ലൈക്ക് ബിഫോർ ദാറ്റ് വാട്ട് ഈസ് ദിസ് പുൾ റിക്വസ്റ്റ്? പുൾ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വേറെ ആരെങ്കിലും ചെയ്തു വെച്ച ഒരു റെപ്പോസിറ്ററിയിലോട്ട്, അതായത് നമുക്ക് ഡയറക്റ്റ് കമ്മിറ്റ് ആക്സസ് ഇല്ലാത്ത ഒരു റെപ്പോസിറ്ററിയിലോട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് വെച്ചോ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആ റെപ്പോസിറ്ററി ലൈക്ക് വിൽ ബി ടേക്കിംഗ് ദാറ്റ് എ ഫോർക്ക് ഓഫ് ദാറ്റ് റെപ്പോസിറ്ററി, ഒരു കോപ്പി എടുത്തിട്ട് നമ്മുടെ പ്രൊഫൈൽ സേവ് ചെയ്യും. അത് ഡൗൺലോഡ് ചെയ്ത് ക്ലോൺ ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്ന് വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തും. എന്നിട്ട് തിരിച്ച് പുഷ് ചെയ്യും. ആ പുഷ് ചെയ്ത സാധനം തിരിച്ച് അവിടെ അപ്ഡേറ്റ് ആയ സാധനം നമുക്ക് വേണമെങ്കിൽ ഒരു പുൾ റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഒറിജിനൽ റെപ്പോസിറ്ററി എവിടെയാണോ അവിടത്തേക്ക് കൊടുക്കാം. ബേസിക്കലി നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഗിറ്റിലോട്ടേക്ക് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ആക്ച്വലി ഒരു പുൾ റിക്വസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ മറ്റേ റെപ്പോസിറ്ററി ലൈക്ക് പാരന്റ് റെപ്പോസിറ്ററിന്ന് വേണമെങ്കിൽ ആ ചേഞ്ചസ് ഒക്കെ എടുക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ ഒരു പുൾ റിക്വസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, നമുക്ക് എന്തായാലും ബേസിക്കലി നമ്മുടെ ഹാക്ടോബർ ഫെസ്റ്റിലുള്ള 4 പുൾ റിക്വസ്റ്റ് ചെയ്യാനുള്ള 4 PR ചെയ്യാനുള്ള ടാസ്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ബേസിക്കലി വാട്ട് യു ഗൈസ് കൻ സീ ഓവർ ഹിയർ ഇസ് ലൈക്ക് ഈ നമ്മൾ ഫോർക്ക് ചെയ്തെടുത്ത ആ റെപ്പോസിറ്ററി തന്നെ ബേസിക് സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെയാണ് വരുന്നത്, തേർഡ് എന്താ വരുന്നത്, ഫിഫ്ത്ത്. പിന്നെ നമ്മുടെ ടാസ്കിലെ ഫസ്റ്റ് PR ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ലൈക്ക് ആ ബേസിക് ആ വർക്ക് ഫ്ലോ എങ്ങനെയാന്നുള്ള കാര്യം ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഹാക്ടോബർ ഫെസ്റ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ
what we need is like we have to sign up to this Hacktoberfest. And before that, what we need is a GitHub profile. എല്ലാവരും GitHub profile ആക്കി എന്ന് വിചാരിക്കുന്നു. GitHub profile ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ just go to this site. I've sent in the link in the chat. ആ സൈറ്റിൽ പോവുക, ജസ്റ്റ് ഗിറ്റപ്പ് നിങ്ങളുടെ GitHub പ്രൊഫൈൽ വെച്ച് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വി ഹാവ് ടു മേക്ക് us 4 valid pull requests. ഓക്കെ, പിന്നെ ഈ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് പ്രീ റിക്വസ്റ്റ് ആയിട്ട് വരുന്ന കാര്യം വേറെ ഒന്നാണ് പൈത്തൺ ആൻഡ് പിപ്പ്. പൈത്തൺ ഇറ്റ്സ് എ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് പിപ്പ് ഇസ് നത്തിങ് ബട്ട് പൈത്തൺസ് പാക്കേജ് മാനേജർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോർക്കിംഗ് ആണ്. ഫോർക്കിംഗ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ലൈക്ക് ഇതായിരുന്നു ഒറിജിനൽ റെപ്പോ. ഒറിജിനൽ റെപ്പോന്ന് ജസ്റ്റ് ഫോർക്ക് ചെയ്തെടുത്തു. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫോർക്ക് ചെയ്തെടുത്തു. ഈ റെപ്പോ കൂടി ഈ റെപ്പോ ആണ് ഇന്നലെ ആക്ച്വലി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവുക. ബേസിക്കലി ഇവിടെ 10 ഫോർക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാൻ ഫോർക്ക് ചെയ്ത ഇത് ഇവിടെ ഉണ്ട്. ഇനി എന്ത് എഡിറ്റും ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആക്സസ് ഉള്ള ഈ റെപ്പോല, ലൈക്ക് ആ ഫോർക്ക് ചെയ്ത കോപ്പിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സോ ഫസ്റ്റ് തിങ് വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു ക്ലോൺ ദിസ് റെപ്പോസിറ്ററി. സോ ക്ലോണിങ് ജസ്റ്റ് ബേസിക്കലി ഈ കമാൻഡ് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ടെർമിനലിൽ പോവുക. ടെർമിനലിൽ പോവുക, കോപ്പി git clone എന്നുള്ളതാണ് കമാൻഡ്. അതിനുശേഷം what we have is a URL to this forked repository. URL to the forked repository can be found out here. അതിൽ 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്നിക്ക് HTTPS URL ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ SSH, അല്ലെങ്കിൽ GitHub CLI. I'm used to with this SSH part. You guys can actually go with this HTTPS. Just copy that and give it over here. Just enter അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റെപ്പോസിറ്ററി ക്ലോൺ ആയി. ഒത്തൻറ്റിക്കേഷന് വേണമെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ചോദിച്ചു തന്നിരിക്കാം. റെപ്പോസിറ്ററി ക്ലോൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എൻ്റെ ഇത് ഡെസ്ക്ടോപ്പിലാണുള്ളത്. ലൈക്ക് ഇപ്പോൾ ഉള്ള പോർഷൻ എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പിൽ, ലൈക്ക് ഇപ്പം നാവിഗേറ്റ് ചെയ്തിരിക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ്. ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലോൺ ചെയ്ത ആ റെപ്പോസിറ്ററി കാണാം. ഒരു ഫോൾഡർ ആയിട്ട് അവിടെ കിടക്കും. Okay, then basically what we have to do is just cd into that. cd എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഡയറക്ടറി. ഇപ്പോൾ ഇത് ഡെസ്ക്ടോപ്പിനകത്തുള്ളത്. ജസ്റ്റ് cd ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഡയറക്ടറി. ചേഞ്ച് ഡയറക്ടറി ആണ് cd ചെയ്തിട്ട് ആ ഹാക്ടോബർ ഫെസ്റ്റ് എന്നുള്ള റെപ്പോസിറ്ററിയിലോട്ട് പോവുക. ജസ്റ്റ് ടെർമിനലാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആ ലൈക്ക് ആ ഫോൾഡറിന്റെ പേരടിച്ച് ജസ്റ്റ് ടാബ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോ കംപ്ലീറ്റ് ആവും. ഇപ്പം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് മാറി നമ്മുടെ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ ആക്ച്വലി ഹാക്ടോബർ ഫിയസ്റ്റ 21 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫോൾഡറിന്റെ ഉള്ളിലോട്ട് വന്നു. നെക്സ്റ്റ് തിങ് ഇസ് വി ഹാവ് ടു ഇൻസ്റ്റാൾ ഫ്ലാസ്ക്. ഫ്ലാസ്ക് എന്തിനാ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ റെപ്പോസിറ്ററിയിൽ ഉള്ള ഒരു ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിമ്പിൾ ഫ്ലാസ്ക് ആപ്പ്. പൈത്തന്റെ വെബ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് ആണ് ഫ്ലാസ്ക്. ആൻഡ് നമുക്ക് ഫ്ലാസ്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം റൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. റണ്ണിങ് ആണ്. ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് റിക്വയർമെന്റ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് എന്നാണ് കാണിക്കുന്നത്. സ്ക്രീൻ ക്ലിയർ ചെയ്യുക. ആൻഡ് വി ക്യാൻ റൺ ചെയ്തിട്ട് അതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈത്തൺ വർക്ക് ചെയ്യില്ല. എൻ്റെ കയ്യിൽ പൈത്തൺ 3 ആണുള്ളത്. സോ പൈത്തൺ 3.app.py ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ലൈക്ക് ഈ IP-യിൽ ഇറ്റ് ഇസ് ലോക്കലി ഹോസ്റ്റഡ്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഈ ഒരു പ്രോജക്റ്റ് ആണ് ആ റെപ്പോസിറ്ററിയിൽ ഉള്ളത്. ആൻഡ് ബേസിക്കലി ഈ ഫുൾ PR ഫുൾ 4 പുൾ റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് യു ഗൈസ് ആക്ച്വലി ഗെറ്റ് ഇസ് you'll be getting a participation card from our side.
ഈ പാർട്ടിസിപ്പേഷൻ കാർഡിന്റെ ഒരു സാമ്പിൾ വേണമെങ്കിൽ അതിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ഈ ലൈക്ക് ഇൻടെക്സ് എന്ന് സാമ്പിൾ എന്ന് പറഞ്ഞ ഇതിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പാർട്ട് നിങ്ങൾ ഫുള്ള് ഫില്ല് ചെയ്യും. ലൈക്ക് ബേസിക്കലി ഈ ടാസ്ക് മൊത്തം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഇവിടുന്ന് ഈ സാധനം ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഒരു കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അതിൽ ഫസ്റ്റ് ടാസ്ക് ആണ് നമ്മളിപ്പോൾ പുൾ റിക്വസ്റ്റ് ആയിട്ട് എങ്ങനെ കൊടുക്കാന്ന് കാണുന്നത്. ലൈക്ക് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ഫോർക്ക് ചെയ്തു, അതിൽ നിന്ന് ക്ലോൺ ചെയ്തു. ക്ലോൺ ചെയ്ത റെപ്പോസിറ്ററിയിൽ ഇനി നമുക്ക് കുറച്ച് സംഭവങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് തൽക്കാലത്തേക്ക് ഞാൻ ക്വിറ്റ് ചെയ്യാണ്. ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. ലൈക്ക് അതിൻ്റെ ഇപ്പോഴത്തെ ഗിറ്റ് റെപ്പോസിറ്ററിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, ഓരോ ബ്രാഞ്ചിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ആക്ച്വലി ഓൾറെഡി നമ്മൾ ഈ സാധനം ക്ലോൺ ചെയ്ത് വെച്ചത് മാത്രമേ ഉള്ളൂ. സോ വി ഡോണ്ട് ഹാവ് എനി ചേഞ്ചസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ റെപ്പോസിറ്ററി. സോ വൺസ് വി മേക്ക് എ ചേഞ്ച് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദിസ്. ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതവിടെ കാണാൻ പറ്റും. നമ്മളെ ടാസ്ക് പ്രകാരം വാട്ട് വി ആക്ച്വലി വാണ്ട് ടു ഡു ഇസ്, ഈ സംഭവം കണ്ടില്ലേ ഇവിടെ ഈ ഒരു സ്ക്രോൾ ടൈപ്പിൽ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ പേരും കോളേജും കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫോർ ബേസിക്കലി വാട്ട് വി ഹാവ് ടു ഡു ഫോർ ദാറ്റ് ഇസ്, ഈ ഒരു പെർട്ടിക്കുലർ കോഡ് നമ്മുടെ ആ പെർട്ടിക്കുലർ അതിൽ കുറേ ഫോൾഡേഴ്സ് ഉണ്ട്. ലൈക്ക് ഇതിൽ കുറേ ഫോൾഡേഴ്സ് ഉണ്ട്. ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരം വാട്ട് വി ഹാവ് ടു ഡു ഇസ്, ഫയലിൻ്റെ ഉള്ളിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫയലിൻ്റെ ഉള്ളിൽ nameless.html എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. HTML ഫയലാണ്. അതിൽ ഈ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഈ നെയിമും കോളേജും മാത്രം നമ്മൾ മാറ്റാം. സോ അതിൽ ഏതെങ്കിലും ഒരു കോഡ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. I basically use this Visual Studio Code. So what you guys have to do is just go into the templates folder, nameless.html എടുക്കുക. ഇപ്പോൾ ഓൾറെഡി കുറേ നെയിംസ് ഇവിടെ കാണാനുണ്ട്. ഇതിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് എ മിനിറ്റ്, നേരത്തെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഇവിടെ കുറേ നെയിംസ് കാണാനുണ്ട്. ലൈക്ക് ഷിയാസ് has contributed, ധൻബത് NS has contributed, ബിച്ചു. ഈ നെയിംസിലോട്ട് നമ്മൾ വരുത്തിയ ചേഞ്ചസ് കൂടി വരുമ്പോൾ ഈ നെയിമിലോട്ട് എൻ്റെ നെയിം കൂടി ആഡ് ചെയ്ത് വരും. ഓക്കെ, സോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോവുക, ഈ കോഡ് കോപ്പി ചെയ്യുക, എന്നിട്ട് nameless.html എന്ന് പറഞ്ഞ ഫയലിലോട്ട് വരിക, എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ കൊണ്ടുപോയി അപ്പൻഡ് ചെയ്യുക. ഇവിടെ വന്നു ആൻഡ് ഇവിടെ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. വാട്ട് യു ഹാവ് ടു ഡു ഇസ്, എൻ്റെ ഗിറ്റപ്പ് യൂസർ നെയിം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗിറ്റപ്പ് യൂസർ നെയിം അല്ലെങ്കിൽ വേറെ എന്ത് നെയിമും കൊടുക്കാം. ആ നെയിം കിട്ടണമെങ്കിൽ ലൈക്ക് അതെന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ സ്ലാഷ് നേരത്തെ സാമ്പിൾ എന്ന് കൊടുത്തപ്പോൾ ആക്ച്വലി ദാറ്റ് സെർവർ ഇസ് നോട്ട് റണ്ണിങ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ആ ആപ്പ് ഒന്നുകൂടി റൺ ചെയ്യാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം വന്നു. ഇനിയിപ്പം ഓൾറെഡി ഉള്ള ഒരു കാർഡ് ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി ഉള്ളൊരു കാർഡാണിത്. ഷിയാസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു കാർഡായിരിക്കും നിങ്ങൾ 4 ബേസിക് ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് പാർട്ടിസിപ്പേഷൻ കാർഡായിട്ട് കിട്ടാൻ പോവാ. ഓക്കെ, ഇവിടെ ഈ പേര് എന്താണോ വേണ്ടത്, ഇവിടെ കൊടുക്കേണ്ട ആ പേര് എന്താണോ വേണ്ടത്, അതാണ് ആക്ച്വലി ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എവിടെ, വെയിറ്റ് എ മിനിറ്റ്, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഗിറ്റബ് യൂസർ നെയിമിന് പകരം എൻ്റെ പേര് കൊടുക്കുകയാണ്. ആൻഡ് ഇവിടെ ക്ലാസ്, ഇവിടെ നമ്മുടെ നെയിം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ഓക്കെ, ആൻഡ് കോളേജും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കോളേജ് നെയിമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, JC തൃശ്ശൂർ. ബേസിക്കലി ഈ ചേഞ്ച് ഇവിടെ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോക്കൽ ഹോസ്റ്റ് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ലോക്കലി ചെയ്ത ആ ഒരു ചേഞ്ച് ഇവിടെ കാണാൻ പറ്റും. ലൈക്ക് ഇവിടെ എൻ്റെ പേരും കൂടി വന്നു. ഇതിപ്പോൾ നമ്മൾ ക്ലോൺ ചെയ്ത് നമ്മൾ അവിടെ ഡൗൺലോഡ് ചെയ്തെടുത്ത ആ സാധനത്തിലാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചേഞ്ച് നമ്മൾ കമ്മിറ്റ് ചെയ്ത് അങ്ങോട്ട് തിരിച്ച് പുഷ് ബാക്ക്, ലൈക്ക് അങ്ങോട്ട് തിരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. ആ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ റെപ്പോസിറ്ററിയുടെ ആ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തിട്ട് ആ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് വി ഹാവ് വൺ മോഡിഫിക്കേഷൻ, അതായത് ടെംപ്ലേറ്റ്സിലെ nameless.html എന്ന് പറഞ്ഞ ആ ഫയൽ മോഡിഫൈ ആയിട്ടുണ്ട്. ഇനി ഏതൊരു ചേഞ്ചും കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഗിറ്റിന് ഒരു സ്റ്റേജിങ് ഏരിയ ഉണ്ട്. ലൈക്ക് ഇതിപ്പോൾ ഒരു അൺട്രാക്ഡ് ചേഞ്ച് ആണ്. ലൈക്ക് ഈ ചേഞ്ച് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത് ചേഞ്ചാണ് വരുന്നത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് വി ഡു ഇസ് വി ഹാവ് ടു ആഡ് ദാറ്റ് ചേഞ്ച് ടു ദ സ്റ്റേജിങ് ഏരിയ. അതിന് നമ്മൾ ഈ കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഗിറ്റിൻ്റെ എന്ത് കമാൻഡ് യൂസ് ചെയ്യുമ്പോഴും ഗിറ്റ് എന്ന് പറഞ്ഞാൽ കീവേഡ് യൂസ് ചെയ്യണം. ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ മോഡിഫിക്കേഷൻ വന്നതൊക്കെ ലൈക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഷോർട്ട് ഹാൻഡ് ആയിട്ടാണ് ഡോട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി ഗെറ്റ് ആ മോഡിഫിക്കേഷൻ നമ്മുടെ കളർ മാറി. ലൈക്ക് ഇവിടെ ഒരു പെയിൽ റോസ് കളറായിട്ടാണ് ഉള്ളത്, ഇവിടെ ഒരു ബ്ലൂ ലൈക്ക് ഗ്രീൻ കളറായിട്ട് നമുക്ക് കിട്ടി. ലൈക്ക് ആ ഗിറ്റിൻ്റെ സ്റ്റേജിങ് ഏരിയയിലോട്ട് നമ്മൾ ചെയ്ത ആ മോഡിഫിക്കേഷൻ ഇപ്പോൾ കൗണ്ടായി. അതാണ് അതിൻ്റെ ബേസിക് മീനിങ്. അത് കഴിഞ്ഞിട്ട് വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു കമ്മിറ്റ് ദ ചേഞ്ച്. കമ്മിറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് വി യൂസസ് ക്ലട്ടേർഡ് ആയി കിടക്കുക, ക്ലിയർ ചെയ്യാം. ഗെറ്റ് കമ്മിറ്റ് -m എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. -m എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് കൊടുക്കാൻ. ഈ ഗിറ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ വാട്ട് ദസ് മെസ്സേജ് ആക്ച്വലി ഹാസ് ടു സ്പെസിഫൈസ് നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയത്, ലൈക്ക് പിന്നീട് അത് ഒരാൾ എടുത്ത് നോക്കുമ്പോൾ ഇന്ന കാര്യത്തിനാണ് ഈ ചേഞ്ച് വരുത്തിയത് എന്നുള്ള ഒരു ബേസിക് ഓവർവ്യൂ അയാൾക്ക് പെട്ടെന്ന് വായിച്ചിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. നമ്മളിവിടെ ചേഞ്ച് ചെയ്തത് ബേസിക്കലി വി ഹാവ് ആഡഡ് ദ നെയിം ആൻഡ് കോളേജ് ടു ദിസ് നെയിം ലിസ്റ്റ് ഫയൽ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കാം. ആഡഡ് നെയിം ആൻഡ് കോളേജ് ടു നെയിം ലിസ്റ്റ് ഫയൽ. ഓക്കെ, ജസ്റ്റ് എൻറ്റർ ചെയ്യുക. ഓക്കെ, അവിടെ ഒരു സാധനം ആഡായി. ഇനിയിപ്പം ഗെറ്റ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർക്കിംഗ് ബ്രാഞ്ചിൽ കമ്മിറ്റ് ചെയ്യാത്തൊരു ഇതുമില്ല, കമ്മിറ്റ് ചെയ്യാത്തൊരു ചേഞ്ചസും ഇല്ല. ഇപ്പം ആദ്യം ഫ്രീ ആയി കഴിഞ്ഞു. കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ഇനി ചെയ്യേണ്ടത്? ലൈക്ക് വി ഹാവ് ടു പുഷ് ദാറ്റ് ബാക്ക് ടു ദി മെയിൻ റെപ്പോസിറ്ററി. സോ ബേസിക്കലി യു ഹാവ് ടു കോപ്പി ദിസ് കമാൻഡ് ആൻഡ് go over here and just paste it. എൻ്റെ ഓത്തൻറ്റിക്കേഷൻ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ആ ചേഞ്ച് നമ്മളിപ്പോൾ ഇവിടെ ലോക്കലി വരുത്തിയ ഈ ചേഞ്ച് നമ്മൾ അത് സ്റ്റേജിങ് ഏരിയയിലോട്ട് മാറ്റി ആൻഡ് അതിനുശേഷം അത് കമ്മിറ്റ് ചെയ്ത ആ ചേഞ്ച് നമ്മൾ ആ റെപ്പോസിറ്ററിയിലോട്ട് അപ്ഡേറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചേഞ്ച് നമുക്ക് എവിടെ റിഫ്ലക്റ്റ് ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത ഈ റെപ്പോസിറ്ററിയിൽ നമ്മൾ ഫോർക്ക് ചെയ്തെടുത്ത ഈ റെപ്പോസിറ്ററി ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ name.html എടുത്തു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് വരുത്തിയ ആ ചേഞ്ച് കൂടി അവിടെ ഉണ്ടാവും. ഇതാണ് ആ ലാസ്റ്റ് വരുത്തിയ ചേഞ്ച്. അപ്പം നമ്മൾ ബേസിക്കലി ഫോഴ്സിൻ്റെ അണ്ടറിലുള്ള ഒരു റെപ്പോസിറ്ററി ഫോർക്ക് ചെയ്ത് കോപ്പി എടുത്ത് പേഴ്സണലി ഉള്ള പ്രൊഫൈൽ സേവ് ചെയ്തു. അത് നമ്മൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് വേണ്ട ചേഞ്ചസ് വരുത്തി ആ ചേഞ്ചസ് കമ്മിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് അവിടെ അപ്ഡേറ്റ് ചെയ്തു. ഇനി പുൾ റിക്വസ്റ്റിൻ്റെ കേസാണ്. പുൾ റിക്വസ്റ്റ് ചെയ്യാൻ ഒരു പണിയുമില്ല.
ജസ്റ്റ് നമ്മൾ ഫോർക്ക് ചെയ്ത റെപ്പോസിറ്ററിയുടെ ഇതിൽ പോവുക. ഇറ്റ് ഷോസ് ദാറ്റ് ദിസ് ബ്രാഞ്ച് ഇസ് 1 കമ്മിറ്റ് അഹെഡ് ഫ്രം ഫോഴ്സ് GCT മെയിൻ. ഫോഴ്സ് GCTനേക്കാളും ഒരു കമ്മിറ്റ് എക്സ്ട്രാ ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ആ അക്കൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂട്ടറിന് ഈ അപ്ഡേറ്റ് എടുക്കാം. ഈ അപ്ഡേറ്റ് ഇതിൽ നിന്ന്, ഈ റെപ്പോസിറ്ററിയിൽ നിന്ന്, ഈ പെർട്ടിക്കുലർ ഈ റെപ്പോസിറ്ററിയിൽ നിന്ന് പുള്ള് ചെയ്ത് ആ മെയിൻ ഈ ഫോഴ്സ് GCTയുടെ മെയിൻ റെപ്പോസിറ്ററിയിലേക്ക് കൊണ്ടുവരാന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺട്രിബ്യൂട്ട് സൈഡിൽ പോവുക, അല്ലെങ്കിൽ ഓപ്പൺ പുൾ റിക്വസ്റ്റ് ഇവിടുന്ന് കൊടുക്കാം. ഓർ യു ഗൈസ് ക്യാൻ ഗോ ഓവർ ഹിയർ, ഈ പുൾ റിക്വസ്റ്റ് ആപ്പിൽ പോവുക, എന്നിട്ട് ന്യൂ പുൾ റിക്വസ്റ്റ് കൊടുക്കുക. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. ഗിറ്റബ് ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് ഉണ്ടെങ്കിൽ പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഗിറ്റബ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. മേക്ക് ഷുവർ ദാറ്റ് ലൈക്ക് ബേസ് റെപ്പോസിറ്ററി പോസ്റ്റ് GCTയുടെ ഹെഡ് റെപ്പോസിറ്ററി നമ്മുടെ പേഴ്സണലി ഫോർക്ക് ചെയ്തെടുത്ത ആ റെപ്പോസിറ്ററി ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ലൈക്ക് യു ഹാവ് ടു ക്ലിക്ക് ദിസ് ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ്. നമ്മൾ നേരത്തെ കൊടുത്ത ആ കമ്മിറ്റിന്റെ മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ആ മെസ്സേജ് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് അടിക്കാം. അപ്പോൾ ബേസിക്കലി വാട്ട് വി ഡൺ ഹിയർ ഹിയർ ലൈക്ക് ആ ഒരു പുൾ റിക്വസ്റ്റ് അവിടെ പോയിട്ട് ഇപ്പോൾ ആക്ച്വലി ഫോഴ്സ് GCTയുടെ ആ ഒരു റെപ്പോസിറ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പുൾ റിക്വസ്റ്റിൽ മൂന്ന് പുൾ റിക്വസ്റ്റ് വന്നതായിട്ട് കാണാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് മൈ പുൾ റിക്വസ്റ്റ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ലൈക്ക് സെഷനിൽ ഓവറോൾ കവർ ചെയ്യാൻ. ബേസിക് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള ടാസ്ക് ഇനിയും ബാക്കിയുണ്ട്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും ചേഞ്ച് വരുത്തുക, നിങ്ങളുടെ റെപ്പോസിറ്ററിയിൽ ചേഞ്ച് വരുത്തുക, എന്നിട്ട് ഈ സ്റ്റെപ്സ് അതേപടി ഫോളോ ചെയ്യാം. ഡൗട്ട് ഉണ്ടോ എന്തായാലും ഇത്രയും പറഞ്ഞതിൽ? ലൈക്ക് ഇതാണ് ഇന്നത്തെ സെഷൻ്റെ മെയിൻ ഉദ്ദേശം, ഇതായിരുന്നു. ഇനി വേണമെങ്കിൽ ഡൗട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ചെയ്ത് തുടങ്ങിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് ഇന്നലെ ഷെയർ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്തോട്ടെ വെച്ചിട്ടാണ് ഇന്നലെ ആ റെപ്പോസിറ്ററി ലിങ്ക് ഷെയർ ചെയ്തത്. ആൻഡ് ബേസിക്കലി വി ഹാവ് എവറിത്തിങ് ഓവർ ഹിയർ. നമ്മൾ ഓരോ ടാസ്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ റീഡ്മി വായിച്ചിട്ട് ലൈക്ക് സ്വയം ചെയ്തു പോകാം. ലൈക്ക് കുറേ പേർക്ക് എങ്ങനെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമായിരുന്നു ഈ സെഷൻ വെച്ചത്. ലൈക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓരോ ടാസ്കും ഓരോ പുൾ റിക്വസ്റ്റ് ആയിട്ട് ചെയ്യണം. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ആദ്യം സബ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രീവിയസ്ലി സബ്മിറ്റ് ചെയ്ത് ആ പുൾ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ആയതിനു ശേഷം മാത്രം അടുത്ത പുൾ റിക്വസ്റ്റ് ഇടാം. അല്ലെങ്കിൽ 2 റിക്വസ്റ്റ് തമ്മിൽ മേർജ് ആയി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു ഡൗട്ട് കൊണ്ടിട്ടാ, ഇപ്പൊ ഞാനൊരു പുൾ റിക്വസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ വല്ല ചേഞ്ച് പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഒരു പുൾ റിക്വസ്റ്റ് ഉണ്ടാക്കണോ, അതോ അതിൽ തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി നീ ഇപ്പൊ ഒരു പുൾ റിക്വസ്റ്റ് ചെയ്തു, എന്നിട്ട് അതിൽ ആദ്യം ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചേഞ്ച് ഓട്ടോമാറ്റിക്കലി അവിടെ റിഫ്ലക്ട് ആവേണ്ടതാണ്. നീ ചെയ്യാതെ തന്നെ ലൈക്ക് നീ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുൾ റിക്വസ്റ്റിൽ തന്നെ അതും കൂടി ആഡ് ആവേണ്ടതാണ്. കമ്മിറ്റ് ചെയ്ത് നിന്റെ റെപ്പോസിറ്ററിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു PR ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം അടുത്ത PR ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ആ PR കാൽക്കുലേറ്റ് ആവില്ല. ലൈക്ക് ആദ്യം ചെയ്ത PRന്റെ കൂടെ തന്നെ ഇതും കൂടി ആഡപ്പ് ആവും, ആ ചേഞ്ച് കൂടി ആഡപ്പ് ആവും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ആകാം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓർ യു ക്യാൻ പേഴ്സണലി DM me. ഹലോ, ഇപ്പൊ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ടാസ്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം.
ഓക്കെ. ഹെൽമിന്റെ കേസ് തന്നെയാണോ ബാക്കിയുള്ള എല്ലാവർക്കും? ലൈക്ക് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ഭയങ്കര ഫാസ്റ്റ് ആയി പോയോ? ഓക്കെ, ഇത് ബേസിക്കലി ഉബുണ്ടു ആണ്. ഉബുണ്ടു 20.04. താങ്ക്സ് ഡാ. അപ്പോൾ ആർക്കും കാര്യമായിട്ട് ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ പതിയെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓൾറെഡി നിങ്ങളൊക്കെ ഡിന്നർ ടൈമിലായിരിക്കും സെഷൻ വെച്ചിട്ടുണ്ടാവുക. ലൈക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലായിപ്പോയി. ലൈക്ക് ഒക്ടോബർ ഫെസ്റ്റ് ഏകദേശം പകുതി ആയിട്ടുണ്ട്. പകുതിയല്ല, പകുതി ആവാൻ പോകുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ PR ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ എത്രയും പെട്ടെന്ന് ആക്കാന്നുള്ള രീതിയിലാണ് നമ്മളെ സെഷൻ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിൽ വെച്ചത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ സെഷൻ വൈൻഡപ്പ് ചെയ്യാം.